1642 കോടി രൂപ മുണ്ടകൈ ചൂരൽമല നിവാസികൾക്ക് സഹായിക്കാൻ വേണ്ടി മേടിച്ച് പൈസ വെച്ചിട്ട് ചികിത്സയ്ക്ക് പോലും കാശ് കൊടുക്കുന്നില്ല. ഒരു റോഡ് പോലും അങ്ങോട്ട് പണിതു കൊടുക്കുന്നില്ല. ഒരു പാലം പോലും അവിടെ പണിയുന്നില്ല. മനസ്സിലായ? ഈ പാവങ്ങളെ ദ്രോഹിക്കുകയാണ്. അവരുടെ പേരിൽ പണം മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നം. മര്യാദക്കുള്ള ഒരു ലിസ്റ്റ്, ഒരു 3 വാർഡിൽ ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ ദുരന്ത ബാധിതരെ ആരാണെന്ന് കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റ്. ഇത് സതീശന്റെയും കനകോലു ടീമിന്റെ അഭിപ്രായം. എന്നാൽ വയനാട് ദുരന്തബാധിതരുടെ അഭിപ്രായം നമുക്കൊന്ന് കാണാം. നമ്മുടെ വയനാട് ടൗൺഷിപ്പില് വീടിന്റെ പണി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. വെറും 4 മാസം കൊണ്ടാണ് ഇത്രയധികം വീടുകളുടെ പണി കഴിഞ്ഞത്. ഏകദേശം എല്ലാ വീടിന്റെയും സ്ട്രക്ചർ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. 170ഓളം വീടുകൾ ഉടനെ ആളുകൾക്ക് കൈമാറുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, 4 മാസം കൊണ്ടാണ് ഇത്ര അധികം പണി ഇവിടെ കഴിഞ്ഞ കേട്ടോ. കഴിഞ്ഞ നവംബറിൽ നമ്മൾ വന്നപ്പോ ഇതായിരുന്നു ഇവിടുത്തെ കോലം. 1500-ലധികം തൊഴിലാളികളാണ് ഇവിടെ ദിവസേന പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ 4 മാസം കൊണ്ടാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഈ ഒരു പ്രോജക്റ്റിനെ ഈ ഒരു കാണുന്ന കോലത്തിലാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രോജക്റ്റിൽ കാര്യമായിട്ട് പണി നടന്ന തന്നെ നവംബറിന് ശേഷമാണ്. വയനാടിന്റെ കാലാവസ്ഥയെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. മഴ പെയ്യുന്ന സമയത്തൂടെ പണി നടത്തൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും താമസിയാതെ തന്നെ എല്ലാ വീടുകളുടെയും പൂർണ്ണമായിട്ടുള്ള പണികൾ കഴിഞ്ഞ് ആളുകൾക്ക് സമർപ്പിക്കുന്നതായിരിക്കും. ഒരു അലട്ടലും ഇല്ല. ഞങ്ങള് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത്, ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്ര? 200 വീടായി. ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സർക്കാർ ബാങ്കിലിട്ടിരിക്കുന്ന 742 കോടി രൂപ ഇപ്പോഴും ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല. അവിടെ ഇപ്പോഴും റെന്റ് കൊടുക്കുന്നില്ല പലർക്കും. അപ്പൊ ആ കാശ് അവിടെ ഇട്ടിട്ട് സർക്കാർ എന്ത് ചെയ്യുക? അതാണ് ചോദ്യം. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 300 വീട് അവിടെ വരും. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയും. യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത 1,05,00,000 രൂപ അത് KPCCക്ക് കൈമാറും അടുത്ത ദിവസം. ഇതെല്ലാം ക്ലിയർ ആണ്. ഇതിനാദ്യം മറുപടി പറയും കോൺഗ്രസേ. അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്.